വെൽക്കം ടു അത്തപ്പൂട്. എന്റെ ഒരു തീരെ ആഗ്രഹമാണ്. ഇവരെങ്കിലും പണി തുടങ്ങിയത്. ഹലോ, ഗുഡ് മോർണിംഗ്. ആൻഡ് ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം യു ഗൈസ് നോ, ഇവിടെ റിനോവേഷനും കാര്യങ്ങളും നടക്കാണ്. കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു ജനുവരി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇവിടുത്തെ റിനോവേഷൻ. സോ റിനോവേഷൻ തുടങ്ങുമ്പോൾ ഇനീഷ്യലി നമുക്കൊരു റൂം ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ചെയ്ത് വന്നപ്പോൾ കുറേ ചേഞ്ചസ് വന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാ പണിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബൈ എപ്പോഴാണ് സെപ്റ്റംബർ 14th. അപ്പോൾ സെപ്റ്റംബർ 14th ആയപ്പോഴാണ് എല്ലാ പണിയും കംപ്ലീറ്റ് ആയത്, ജനുവരി തുടങ്ങിയത്. ആൻഡ് ഈ വീട് എനിക്ക് 3 വയസ്സുണ്ടാകുമ്പോഴാണ് വീട് വെച്ചത്. അപ്പോൾ ആ സമയത്ത് പാല് കാച്ചിയതായിരുന്നു. ആൻഡ് നൗ ഐ എം 21. അപ്പോൾ എനിക്ക് ആ സമയത്ത് പാല് കാച്ചിയതൊന്നും സ്വാഭാവികമായിട്ട് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് റിനോവേഷൻ പണിയൊക്കെ ചെയ്തപ്പോഴത്തേനും വി തോട്ട് എനിക്കൊരാഗ്രഹം പാല് കാച്ചണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒന്ന് പാല് കാച്ചാൻ പോവാണ്. വീട് ഭയങ്കര വലിയ പാല് കാച്ചൽ പരിപാടി അങ്ങനെയൊന്നുമല്ല. എന്താ പറയുക, വെരി സ്മോൾ സാധനം. കാരണം എൻ്റെ ഒരു ആളുടെ പേഴ്സണൽ ആഗ്രഹം കൊണ്ട് മാത്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാല് കാച്ചാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് കാച്ചാണ്. കാരണം നമ്മൾ പുതിയതായിട്ടൊരു കിച്ചൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചൺ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആ കിച്ചണിൽ ഇതുവരെ നമ്മൾ ഒന്നും എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കുകയോ ഗ്യാസ് കത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇന്ന് ഐശ്വര്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് യു ഗൈസ് ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസം എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഇന്ന് 1 ഓണം കൂടിയാണ്. അപ്പോൾ നാളെ നമ്മൾ നാട്ടിലുണ്ടാവില്ല. നമ്മളൊന്ന് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ നമുക്ക് തിരുവോണം നാട്ടിലില്ല. നമ്മൾ ഓർത്തു ഇന്ന് പാലം കാച്ചി അതുപോലെ തന്നെ ഓണവും കൂടി, ഇതിപ്പോൾ ഒരു പുതിയ വീട് പോലാണ്. അപ്പോൾ ഓണവും കൂടി ഇവിടെ ആഘോഷിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉറക്കണീച്ച് ഒന്ന് ഫ്രഷായി ഇനി കുളിക്കാൻ പോകണം. പല്ലൊക്കെ തേച്ചിട്ട് നിൽക്കുവാണ്. അപ്പം ഇനി കുളിച്ച് റെഡി ആവണം. സോ ഐ വിൽ ഷോ യു ഗൈസ് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത്. Once again, welcome back to my channel. Welcome to അത്തപ്പൂട്. പൂ നേരെ ഇറുക്കാൻ വയ്യ, വെട്ടാൻ വയ്യ. അവരൊക്കെ ചോക്ക് കൊണ്ടുവരണമെന്ന് അറിയാമോ? ചേച്ചി വെള്ളയിൽ ചോക്കിട്ട് വരയ്ക്കട്ടെ. വെള്ള ചോക്കാണ് ഇരിക്കുന്നത്. ഇതാണ് തീരുന്ന് ഇറങ്ങിപ്പോണു. അങ്ങനെയാണ് എന്റെ പരിപാടി. സ്കീം അറിഞ്ഞൂടി എന്റെ മാമന്റെ സ്കില്ല് നോക്ക്. നിന്റെ ഒരു തീരെ ആഗ്രഹമാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അത്രയും ചെയ്യല്ലോ, ചെയ്യങ്ങോട്ട്. എന്നിട്ട് അങ്ങോട്ട് വെട്ടാൻ പറഞ്ഞപ്പോ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. തലയാട്ടിട്ട് ശ്രീക്കുട്ട് എങ്ങോട്ട് നോക്ക്. തല അമ്മ മറ്റേ തന്തയിലൊക്കെ മീനൊക്കെ വിൽക്കായിരിക്കണം. മനോഹരമായി പൂ വെട്ടിയിട്ടിരിക്കുകയാണ്. സോ ഞാൻ എന്താ റെഡിയായി. അമ്മ എനിക്ക് വന്ന് സാരിയൊക്കെ കൊടുത്തു, ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു. അപ്പോൾ ടൈമായി. അപ്പോൾ അമ്മയും കുളിക്കാൻ കയറി തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു സിമ്പിളായിട്ടുള്ള എൻ്റെ ഒരു ഡെയിലി മേക്കപ്പ് ലുക്ക്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണെഴുതി. അപ്പോൾ റെഡിയായി. നമുക്കിനി താഴെ പോയി എന്താണ് എല്ലാവരും ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, താഴെ എല്ലാവരും റെഡി ആവുക എന്നതാണ്. ഹായ് 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 പറ. ഹായ് പറ. എന്തിത്ര ഗമ. ഹായ് പറ. ആ ഗുഡ്. സുന്ദരന് സുന്ദരിയായിട്ടുണ്ടല്ലോ.
ചിരി മോമേ എവിടെ അടുത്തത് അരണ്ടേട്ടാ ഹായ് അങ്കു ഹായ് അങ്കോ അന്നഗ്രഹാരരാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു നടന്നില്ലേ തിരയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ പൂന്തേൻമൊഴി കണ്ണിനു കണ്ണാമെൻ കൺമണി പൊങ്ങട്ടെ നീ സമയം കൊടു. എനിക്കൊന്നും അറിഞ്ഞു ഇപ്പൊ വെക്കങ്ങ കുമ്പ കാട്ടി പുറത്ത് കളയണോ അമ്മ സ്റ്റൗവിടാൻ സമയം തുളച്ചാ പോണതല്ലേ പുതിയ സ്റ്റൗ പോയില്ല കാണുന്നത് എന്നെ ഭാഗ്യം ഗ്യാസ് ഓണാനൊക്കെ അറിയാലോ അനങ്ങാൻ തുടങ്ങി പാല് തുടങ്ങിയാ വെളിയിൽ പോണോടി അല്ലു ഒരു കോടി പാലല്ലേ ഉള്ളൂ മതി മക്കളെ അല്ല ഇത് ആദ്യം പാലാച്ചിയോടാണ് പിന്നെ ഉപയോഗിക്കാനുള്ളത് അപ്പൊ കല്ല് കാണിനെ ഈ കിച്ചണിൽ ഒരു പൊടി പോലും തട്ടൂലേ ഇന്നത്തെ ഭയങ്കര ബോറിങ് കൊള്ളൂല ഇങ്ങനെ ഇളക്കി 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 ഈ ഡിഷിന്റെ പേരെന്തോന്നു പാല് കാച്ചിയത് വേറൊന്നുമില്ല ഇത് കുടിക്കോ ഇനി അടച്ചിരുന്നാൽ അപ്പൊ ഇനി കാപ്പി കുടിക്കാൻ വരി ഇനി കാപ്പി കുടിക്കാൻ ചെല്ലേ സന്തോഷമുള്ള കാര്യം കാപ്പി കുടിക്കാൻ ടീഷർട്ട് കാണുമ്പോ ആർക്കും വേണ്ട. കഴിക്കാം എന്താ സാമ്പാർ കാണും ഇഡലി കാണോ പുതുമയുള്ള ഫുഡ് ഫ്രഷ് ഫുഡ് നോണ് വെച്ചത്
പാല് കാച്ചിയായിട്ട് എന്താണ് പറയാനുള്ളത്? പറ. പാല് കാച്ചിയത് പാല് കാച്ചിയത് പറയട്ടോ. ആ പറ. നമ്മള് ജനുവരിയിൽ പണി തുടങ്ങിയതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണ് നമ്മള് റൂം മാത്രം കെട്ടാൻ തുടങ്ങിയ പണിയാണ്. അതായത് ഒരു 2 മാസത്തിനുള്ളിൽ പണിയൊക്കെ തീർക്കണം എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങിയ പണിയാണ്. തുടങ്ങിയ പണിയാണ്. പക്ഷെ 9 മാസമായപ്പോഴാണ് ഇതൊന്ന് കഴിഞ്ഞത്. കാരണം നമ്മള് റൂം മാത്രമല്ല ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് 3 വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ വെച്ച വീട്. അപ്പോൾ ഇതിന് കുറേ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹം, അമ്മയ്ക്ക് കിച്ചൺ വെക്കാൻ ആഗ്രഹം, അച്ഛന് സീലിംഗ് ചെയ്യാൻ ആഗ്രഹം, എനിക്ക് റൂമിൻ്റെ ആഗ്രഹം, അങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്തപ്പോൾ 9 മാസം എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഭയങ്കര ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വന്നു, മഴ വന്നു, പണിക്കാർ വന്നില്ല, പിന്നെ പണിക്കാർ വന്നു, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നു. ഡിലേ അമ്മയ്ക്ക് എന്തിനാണ് പറയാനുള്ളത്? എന്തോ പറയാനുണ്ട്. ഭയങ്കര ഹാപ്പി സത്യം പറഞ്ഞാൽ. അമ്മയും അച്ഛനും പറഞ്ഞത് പണി തീർന്നുമ്പോ രണ്ടുപേരുടെ കാര്യത്തിൽ തീരുമാനമുണ്ട്. എത്ര വെയിറ്റ് കുറവെന്നറിയാം എല്ലാരും 5-6 കിലോ വെച്ച് വെയിറ്റ്. 4 കിലോ വെയിറ്റാണ് പറഞ്ഞത്. നല്ല കാര്യം, ഹെൽത്തി ആയി. ഓട്ടം അങ്ങോട്ടോട്ടം. അപ്പം എല്ലാം കഴിഞ്ഞപ്പം ഇനി നമുക്ക് അച്ഛനോട് ചോദിക്കാം. ഇവിടെ എന്താണ് പറയാനുള്ളത്? പാല് കാച്ചായിട്ട് പാല് കാച്ച് കഴിഞ്ഞ് പണി കഴിഞ്ഞപ്പോ അച്ഛൻ എന്ത് തോന്നുന്നു? പണി കഴിഞ്ഞപ്പോൾ അടിപൊളി, 100% സാറ്റിസ്ഫൈഡ്. കാരണം നമ്മൾ ചെയ്ത സമയത്ത് ഈ ഒരു ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു. പുതിയ ടെക്നോളജി വന്നപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ മാറി. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പണി നടന്നപ്പോ? എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ? പണി നടന്നപ്പോൾ എത്ര കിലോ വെയിറ്റ്? പണി നടന്നപ്പോൾ പ്രാന്തായിരുന്നു. റെസ്റ്റില്ല, ഓട്ടം 9 മാസം കൊണ്ട് ഒരു വീടിന്റെ മെയിൻ്റെനൻസ് പണി എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കാനുള്ള സമയം എടുത്തു. പുതിയൊരു വീട് വെക്കുന്നതിനെക്കാട്ടിലും നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട് റിനോവേറ്റ് ചെയ്യുന്നതാണ് ഭയങ്കര സ്ട്രെയിനാണ്. നമുക്ക് താമസിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഫുള്ള് ഇതിന്റെ പുറകിലായിരുന്നു. നമ്മുടെ സന്തോഷം അത് കഴിഞ്ഞപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ് നമ്മള് വീട് കാണുമ്പോ. അങ്ങോട്ട് പോകുമ്പോ ഒരു ഡയലോഗ്, ഇങ്ങോട്ട് പോകുമ്പോ ഒരു ഡയലോഗ്. എന്തായാലും ഓക്കെ, വെരി ഗുഡ്. പിന്നല്ല, ചേട്ടൻ പറ, ചേട്ടന് അന്ന് കണ്ടിട്ട് ഇപ്പൊ കണ്ടപ്പോ വ്യത്യാസം ഉണ്ടോ? മോളിൽ കണ്ടിട്ട് പിന്നെ മുകളിൽ കണ്ടില്ല, മുകളിൽ കാണുന്നു. വീട് എങ്ങനെ? വീട് അടിപൊളി. അന്ന് കണ്ടപ്പോ ഇത്രയും നല്ലായിരുന്നു, സെറ്റപ്പായി. മോളിൽ കണ്ടില്ലല്ലോ. ആ ഉണ്ടേ, പോവാ, കഴിച്ചിട്ട് പോവാ. ലിവിങ് ഏരിയ അടിപൊളിയായി. ലിവിങ് ഏരിയ കാണിച്ചിട്ട്. ലിവിങ് ഏരിയ സിലിമിനാട്ടി അല്ല, ലിവിങ് ഏരിയ. ഇവിടെ ഒന്നും കഴിഞ്ഞില്ല. ഇതൊക്കെ ഞാനിപ്പോ അത്തപ്പൂവിന്റെ ബാക്കി വന്ന പൂവാണ്. ഇതൊന്നും കഴിഞ്ഞില്ല. ചുമ്മാ ഇന്നത്തേക്ക് കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ച് ഇവിടെ ഇനി വേറെ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. ആസ് ഓഫ് നൗ ഇങ്ങനെയാണ്. ആ അത് കൊള്ളാം, മാറുന്നില്ല. ഞാൻ കൃഷ്ണനെ എടുക്കാൻ വന്നതാണ്, അതിന്റെ ഇടയിൽ കയറി നിൽക്കാം. കടക്ക് പുറത്ത്. ശരി, പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമാധാനത്തോടെ വീട്ടിൽ നടക്കാൻ പറ്റില്ല. അമ്മ പറയും ഇവിടെ തുടരുത്, അവിടെ തുടരുത്, അത് അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, പ്രത്യേകിച്ച് അടുക്കളയിൽ. ശ്രദ്ധിക്കണ്ട അമ്പാനെ. ഞാനെന്ന് കഴിഞ്ഞ ദിവസം അറിയാണ്ട് അലോവേര ജെല്ല് കട്ടിയാൻ കയറി കേട്ടാ. കത്തി നീ എടുത്തിട്ട് ഇവിടെ വെച്ചില്ല, അതിന്റെ ഇത് നീ തുടച്ചില്ല, നീ അത് ചെയ്തില്ല, നീ ഇത് ചെയ്തില്ല, ഞാൻ കയറി വരില്ല. പഴയ ശകുനകളെ കണ്ടിട്ടുണ്ടോ? ബോൾഡ് അപ്പം ഇത് ചെയ്ത ആളുകൾ പറഞ്ഞു, പെയിന്റ് ചെയ്യാൻ ആളുകൾ പറഞ്ഞു ഈ കളറിനോട് ബോൾഡ് ചെയ്യില്ല, കോപ്പർ ചെയ്യാം, ആംഗിളിന്റെ ക്രിയേറ്റിവിറ്റി. പക്ഷെ കൊള്ളാല്ലേ? എപ്പോഴല്ലേ ചേർന്നേ? ഇതിന്റെ കൂടെ ബോൾഡ് വന്നു, പിന്നെ പച്ചനാണ്. കഴിക്കാം. എന്തോന്ന്? ചായ കുടിച്ചല്ലോ? രാവിലെ കുടിച്ചോ? ഞാൻ സാധാരണ ചായയെ കുടിച്ചിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഞാൻ കുടിച്ചു, എനിക്ക് വേണ്ട. കോട്ടയം ഞാൻ ചായ കുടിച്ചു. പയ്യല്ലമ്മ, പയ്യൻ റിജക്റ്റഡ്. ചായ തിരിച്ചോണ്ട് പെണ്ണാണ് വന്നിട്ട് എങ്ങനെയുണ്ട്?
കഴിഞ്ഞോ? കഴിച്ചാ? സോ ഫാസ്റ്റ് കഴിച്ചില്ലേ? അത് മതിയോ? കഴിച്ചാപ്പു? ഗീതു അമ്മ എത്ര നാൾക്ക് ശേഷം ഉണ്ടാക്കി തിന്നത്? ഇതിൻ്റെ അകത്ത് എത്ര നാൾക്ക് ശേഷം ഉണ്ടാക്കി തിന്നത് എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? എങ്ങനെ ഇരിക്കുന്നു? എത്ര നാളിന് ശേഷം ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കണത്, അപ്പൊ എന്ത് തോന്നുന്നു? എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എന്റെ വീട് തന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെയല്ല, എല്ലാ പണിയും തീർന്നു. അങ്ങനെ സ്റ്റേജ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിന്റെ പറയാൻ, കാരണം ഓടി തളർന്ന ഞാൻ 4 കിലോ വെയിറ്റാണ് ഞാൻ ഒറ്റയടിക്ക് കുറഞ്ഞത്. എക്സലിന്ന് എം ആയി, എമ്മിന്ന് ലാർജ് ആയി, എക്സൽ ആയിരുന്നു ലാർജ് ആയി. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കഴിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി അല്ല പിന്നെ നീയൊക്കെ എന്തിനോ ചെയ്യടി, ഞാൻ പോകണം. നീയൊക്കെ എന്തിനോ ചെയ്യും. പഴയ ഇവിടെ ഇരുന്ന് അമ്മ എടുത്തോണ്ട് വെക്കണുണ്ട്, ഞാൻ കണ്ടില്ല. ഇതെന്തോന്ന് സാധനം? ഇതെന്തോന്ന്? ക്യാരറ്റ് ഹൽവ. ഇനിയും കിട്ടും. എന്തോന്ന്? ഹലോ. സദ്യയൊക്കെ കഴിക്കുന്ന കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങാൻ പോയി. ബിക്കോസ് ഇന്നലെയും ഉറങ്ങാൻ പറ്റിയില്ലല്ലോ. അത്തപ്പൂ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും സമയം 4 മണിയായി. പിന്നെ സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് കിടന്നപ്പോഴത്തേനും നല്ല ലേറ്റായി. പിന്നെ രാവിലെ 7 മണിയായപ്പോഴത്തേനും എണീക്കുകയും ചെയ്തു. സോ എനിക്ക് ഉറക്കം ഒക്കെ ആവാത്തതുകൊണ്ട് എനിക്കെന്താ പറയുക, എഡിറ്റ് ചെയ്യാനോ ഒരു പാക്ക് ചെയ്യാനോ ഒന്നിനും എനിക്കൊരു എനർജി ഉണ്ടായിരുന്നില്ല. സോ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കുറച്ച് നേരം ഇച്ചിരി കൂടി പോയി. ഇപ്പോൾ സമയം 5 എന്തോ ആയി. ഞാൻ ഇച്ചിരി ഒന്ന് ഉറങ്ങി എണീച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ഐ ഫീൽ സോ ഹാപ്പി. കാരണം എല്ലാം നല്ലതായിട്ട് നടന്നു, കംപ്ലീറ്റ് ആയി പണിയൊക്കെ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് എനിക്ക് കഴിഞ്ഞ വീഡിയോയിലാന്ന് തോന്നുന്നു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നാളായല്ലോ റിനോവേഷൻ, എന്ത് ഇത്ര ടൈം എടുത്തതെന്നുള്ളത്. കുറേ റീസൺസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം മുറി മാത്രമായിരുന്നു നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നൊരു സാധനം. സോ അതിൽ നിന്ന് വെൻ വി ആർ റിനോവേറ്റിംഗ് ദി ഹോൾ ഹൗസ്, അത് നമ്മൾ ഓൾറെഡി താമസിക്കുന്ന ഒരു വീട് റിനോവേറ്റ് ചെയ്യുന്നത് എത്ര ഡിഫിക്കൽട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് റൂം മാത്രമായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്. സോ അത് ഒരു മൊത്തത്തിലുള്ള റിനോവേഷനിലേക്ക് വരുമ്പോൾ ഒരു ബഡ്ജറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നോട്ട് ഈസി. അപ്പോൾ ഫിനാൻഷ്യലി കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇത്രയും നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ബഡ്ജറ്റിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സമയത്തായിരുന്നു ഭയങ്കരമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയുള്ളപ്പോൾ പണിയോ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ കുറേ ചലഞ്ചസിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജനുവരിയിൽ തുടങ്ങിയിട്ട് ഇതിപ്പം കംപ്ലീറ്റ് ആയത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാളത്തെ സ്ട്രഗിളിൻ്റെ ഒരു വർത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീട് കാണുമ്പോഴും. അത് നല്ലതായിട്ട് പാലിക്കാൻ പറ്റിയപ്പോഴും മൊത്തത്തിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്.
അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഞാൻ ആ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ആൻഡ് ഓൾസോ ഇന്ന് ഒന്നാവണമാണ്. നമ്മൾ തിരുവോണത്തിന് പകരം ഒന്നാവണത്തിൻ്റെ അന്നാണ് ഓണം ആഘോഷിച്ചത്. റീസൺ നാളെ തിരുവോണത്തിന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നിങ്ങൾ ഗെസ് ചെയ്യുക എവിടെ പോകുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഗെസ് ചെയ്യുക. കറക്റ്റ് ആണോ എന്നുള്ളത് പറയാം. അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മൾ കാണൂല. അപ്പോൾ ഇനി അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. Bye. So much of love and so much of hugs to everyone who is watching this video.